അതിനകത്ത് ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ഇയാൾ അമേരിക്ക എന്നാണ് പറയുന്നത്. ആ തന്തയുടെ മോനാണിത്. അപ്പം ഈ അച്ഛന്റെ ലെഗസി ആണല്ലോ ഇയാളുടെ സമ്പാദ്യം. അല്ല ഇയാളൊരു മിഡിൽ ലെവൽ നെപ്പോ ക്ലറിക് ആണ് എന്ന് ഞാൻ പറയാം. അയാൾക്ക് അവിടെ വരണമെങ്കിൽ അച്ഛന്റെ ലെഗസിയാണ്, തന്തയുടെ ചെലവിലാണ് ഇയാളുടെ വന്നിരിക്കുന്നത്. അപ്പൊ തന്തയുടെ മുഴുവൻ രാഷ്ട്രീയ കടുംപിടുത്തങ്ങളും മതതിമിരങ്ങളും ഒക്കെ കൈയൊഴിഞ്ഞുകൊണ്ട് ഇയാൾക്ക് ഒരു കോംപ്രമൈസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യം. അങ്ങനെ കോംപ്രമൈസ് ചെയ്യുന്ന ആളാണ് ഇയാളെങ്കിൽ ഇയാളെ IRGC ഈ അസംബ്ലി ഓഫ് എക്സ്പേർട്സിനെ കൊണ്ട് തെരഞ്ഞെടുപ്പിക്കുമോ? ഇതാണ് പുതിയ ഈ മുജ്താബ എന്ന് പറയുന്നത്. മുജ്താബ is 55 years old. Has long been considered as one of the most influential figure inside Iran's ruling system, despite rarely appearing in public holding formal political. ഫോർമലായിട്ട് പൊളിറ്റിക്കൽ ഓഫീസോ അല്ലെങ്കിൽ എന്തെങ്കിലും അധികാര സ്ഥാനങ്ങളോ ഇല്ല. പക്ഷെ പുറകിൽ നിന്ന് എന്താ പറയുന്നത്, അധികാരത്തിന്റെ അകത്തളങ്ങളിൽ അർമാദിച്ചിരുന്ന ഒരു അഭ്യുദയകാംക്ഷി എന്ന് വേണമെങ്കിൽ വിളിക്കാം. അതായിരുന്നു ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത. മകനാണ്. is widely viewed as one of the architects of regime's repression king ആണ്, അടിച്ചമർത്തൽ സ്പെഷ്യലിസ്റ്റ് ആണ്. A key source of Mujtaba's influence lies in his close connection with Islamic Revolutionary Guard Corps. IRGC ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറിന്റെ അടുത്ത ഈ പട്ടാളക്കാരുമായിട്ടും കാസിം സുലൈമാനിയൊക്കെ പുള്ളിയെ ചുംബിക്കുന്ന പടങ്ങളൊക്കെ ഇന്റർനെറ്റിൽ കിടപ്പുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ വളരെ അടുത്ത ഓമനക്കുട്ടൻ ആയിരുന്നു. അതായത് ഇയാളുടെ മകനല്ലേ, അപ്പൊ പിന്നെ നെപ്പോ കിഡ്. During the Iran-Iraq war in 1980s, Mujtaba served in Habib Battalion, a unit made up largely of volunteers connected to the Islamic Republic Emerging Revolutionary Networks. ഒരു വോളണ്ടറി വർക്കൊക്കെ ചെയ്തിട്ടുള്ളതാണ് യുദ്ധകാലഘട്ടത്തിൽ. അപ്പം IRGCക്ക് എന്തുകൊണ്ട് പ്രിയങ്കരനാണ് എന്നുള്ളതിന്റെ ഒരു കാരണമാണ്. ഓവർ ദ ഇയേഴ്സ് ദ ഒപ്പോസിഷൻ ഫിഗേഴ്സ് ആൻഡ് ദ പൊളിറ്റിക്കൽ റൈവൽസ് ഓഫ് അക്യൂസ്ഡ് മുജ്താബ ഓഫ് പ്ലേയിങ് റോൾ ഓഫ് ഷേപ്പിംഗ് ഇലക്ഷൻ ഔട്ട്കംസ് ആൻഡ് കോർഡിനേറ്റിംഗ് ക്രാക്ക് ഡൗൺ ഡിസൈൻ. രണ്ട് കാര്യങ്ങളാണ് പുള്ളി ചെയ്തുകൊണ്ടെന്നാണ് അവിടുത്തെ ഒപ്പോസിഷൻ എന്നൊക്കെ പറഞ്ഞ സാങ്കല്പികമാണ് പറയുന്നത്. ഒന്ന്, ഇലക്ഷൻ റിസൾട്ടുകൾ ഷേപ്പ് ചെയ്തിരുന്ന ഇദ്ദേഹമാണ്. ആര് ജയിക്കണം, ആര് ഇലക്ഷനിൽ നിൽക്കണം, എത്ര പേരെ പുറത്താക്കണം, എത്ര വോട്ട്. പിന്നെ ഡിസന്റ്, നിഷേധികളെ, പ്രതിഷേധക്കാരെ, ഒപ്പോസിഷൻസിനെയൊക്കെ വിസ അടിച്ചു കൊടുക്കുന്നതിൽ ഇത് ഒരു ഒട്ടും പോപ്പുലറായ ഒരു വ്യക്തിയായിട്ട് പറയുന്നില്ല. പക്ഷെ IRGCക്ക് പ്രിയങ്കരനാണ്, ഹാർഡ് ലൈനറാണ്, കുത്തിത്തിരിപ്പും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ്. ഞാൻ നിന്നെ സൂചിപ്പിച്ചു, ഈസ് എ മിഡിൽ ലെവൽ നെപ്പോ ക്ലറിക് ആണ്. ഇത്ര ഉയർന്ന റാങ്കുള്ള ഇതല്ല പുള്ളി. മതസാഹിത്യത്തിലൊന്നും അത്ര വലിയ ഇതുള്ള ആളല്ല. ഉയർച്ച സീനിയോറിറ്റി ഇല്ല, ചെറിയ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. Iran constitutes requires a supreme leader to possess deep knowledge of Islamic jurisprudence and be recognized as a senior religious authority. ഒന്നൊരു സീനിയർ റിലീജിയസ് അതോറിറ്റി ആയിരിക്കണം. പിന്നെ ഇസ്ലാമിക് ജൂറിസ്പ്രുഡൻസിൽ ഭയങ്കര ജ്ഞാനമുള്ള ആളെ അങ്ങോട്ട് കേട്ടുള്ളൂ. പ്രധാനമായിട്ട് കക്കൂസിൽ കയറുമ്പോൾ ഏത് കാലാണ് മുന്നോട്ട് വെക്കേണ്ടത് അറിഞ്ഞില്ലെങ്കിൽ പോയി. അങ്ങനെയുള്ള നിയമങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ അള്ളാഹുവിന്റെ കണക്ക്, പിന്നെ ഇൻഹെറിറ്റൻസിലൊക്കെ അതൊക്കെ അറിഞ്ഞിരിക്കണം. അതൊന്നും അറിയാത്തവൻ അറിവുള്ളവനാണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതാണ് ഹയർ നോളജ് ഇൻ ഇസ്ലാമിക് ജൂറിസ്പ്രുഡൻസ്. പിന്നെ സീനിയോറിറ്റിയും വേണം. ഈ താഴെയൊന്നും പോരാ. Mujtaba, however, is not widely considered to be among the highest ranking clerics in Iran, and he studied in seminaries of Qom under several prominent conservative scholars, but does not hold the rank of Ayatollah and is not a മുജ്താഹിദ് എന്ന് പറഞ്ഞ റാങ്ക് ആണ് കേട്ടോ. നമ്മളിവിടെ കാണുന്ന പലത് റാങ്കുകളാണ്. ആള് മദനി എന്നൊക്കെ പറയുന്ന ഓരോരോ പൊസിഷനാണ്. പിന്നെ എന്തോ ഈ അടുത്തിടെ ഓരോരുത്തരുടെ പേരുകളൊക്കെ, ഇതെല്ലാം ഓരോരോ പദവികളാണ്, ഓരോരോ റാങ്കുകളാണ്. ആ റാങ്ക് ഒന്നും ഇദ്ദേഹം വന്നിട്ടില്ല. ഹി ഓൾസോ ലാക്ക് എനി എക്സിക്യൂട്ടീവ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പീരിയൻസ്. ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ആയിട്ടില്ല. എല്ലാം പക്ഷെ അധികാര കേന്ദ്രത്തിലുണ്ടായിരുന്നു, അധികാര കേന്ദ്രത്തിന്റെ അകത്തളങ്ങളിൽ. ബട്ട് ഹി ഹാസ് നോ എക്സിക്യൂട്ടീവ്. ഇതെല്ലാം കോൺസ്റ്റിറ്റ്യൂഷൻ ഇതെല്ലാം വേണ്ടതാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാം ഇന്നലെ വെള്ളത്തിൽ വരച്ച് വരയാക്കിക്കൊണ്ടാണ് IRGC പറഞ്ഞു, നിങ്ങൾ 88 പേരോട് ചേർന്ന് ഇങ്ങനെ തെരഞ്ഞെടുത്ത് തരണം എന്ന് പറഞ്ഞു. മകൻ ആ വികാരം സ്പ്ലിറ്റ് തടയാനൊക്കെയാണ് എന്നാണ് പറയുന്നത്. എന്തായാലും പുള്ളിക്ക് അത്ര താല്പര്യമില്ലെന്ന് തോന്നുന്നു. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
സ്വന്തം പിതാവ് ഈ കാമനി എന്ന് പറയുന്ന ആള്, കാമനിയുടെ ഒരു 60 മിനിറ്റ്സ് എന്ന് പറയുന്ന ചാനലിൽ ഒരു ഇന്റർവ്യൂ കിടപ്പുണ്ട്. നിങ്ങൾ യൂട്യൂബിൽ വന്ന് കണ്ടുപോകണം. പുള്ളിക്ക് 1983 ഒരു ഇന്റർവ്യൂ ആണ്. അതിനകത്തൊരു എന്താ പറയുക, ദ്വിഭാഷയെ വെച്ചുകൊണ്ട് ആണ് സംസാരിക്കുന്നത്. ഇംഗ്ലീഷ് ഇന്റർവ്യൂ ആണ്. അതിനകത്ത് ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ഇയാൾ അമേരിക്ക എന്നാണ് പറയുന്നത്. ആ തന്തയുടെ മോനാണിത്. അപ്പം ഈ അച്ഛന്റെ ലെഗസി ആണല്ലോ ഇയാളുടെ സമ്പാദ്യം. അല്ല, ഇയാളൊരു മിഡിൽ ലെവൽ നെപ്പോ ക്ലറിക് ആണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അയാൾക്ക് അവിടെ വരണമെങ്കിൽ അച്ഛന്റെ ലെഗസിയാണ്, തന്തയുടെ ചെലവിലാണ് ഇയാളുടെ വന്നിരിക്കുന്നത്. അപ്പൊ തന്തയുടെ മുഴുവൻ രാഷ്ട്രീയ കടുംപിടുത്തങ്ങളും മതതിമിരങ്ങളും ഒക്കെ കൈയൊഴിഞ്ഞുകൊണ്ട് ഇയാൾക്ക് ഒരു കോംപ്രമൈസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യം. അങ്ങനെ കോംപ്രമൈസ് ചെയ്യുന്ന ആളാണ് ഇയാളെങ്കിൽ ഇയാളെ IRGC ഈ അസംബ്ലി ഓഫ് എക്സ്പേർട്സിനെ കൊണ്ട് തെരഞ്ഞെടുപ്പിക്കുമോ എന്നുള്ള 2 ചോദ്യങ്ങൾ.